മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വഗുണ സമ്പന്നരാണ്. അതുകൊണ്ടല്ലേ ഹിന്ദിക്കാരെ കേട്ടാൽ തന്നെ കല്യാണം കഴിച്ചില്ലേ? അത് ശരി. സ്വാമി എന്ന് പറഞ്ഞാൽ ശൗര്യല സ്വാമി അല്ല കേട്ടോ, എന്നെ വിളിക്കുന്നതാ. എങ്ങാണ്ട് പണ്ട് ഞങ്ങളുടെ അഫെയർ സമയത്തിൽ ഏതോ സിനിമയൊക്കെ ആയിരുന്നു, തമിഴ് ഏതാ മലയാളം ഏതാണെന്ന് അറിയാതെ കാണുമായിരുന്നു. അന്നേരം ഏതോ തമിഴ് സിനിമയ്ക്കകത്ത് പഠിച്ചതാ ഭർത്താവിനെ സ്വാമി എന്ന് വിളിക്കാന്ന്. അങ്ങനെയല്ല, കൊച്ചു പിള്ളേരെ നാക്കേ കയറുന്ന നമുക്ക് സ്വാമി എന്ന് കയറി ഇപ്പോഴും നമ്മളെ എങ്ങനെ വിളിക്കുന്നത്? അത് ആൾക്കാരെ കേൾക്കും. അല്ലെങ്കിൽ സോന ഡാർലി. ഇന്നെന്തോ ഉണ്ടാക്കാൻ പോകും നമ്മള്? ഗാജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സാധനം, ക്യാരറ്റ്. ഇതിന്റെ ഹെൽത്തി ഹലുവ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഹലുവ അല്ല, ഒരു നോർത്ത് ഇന്ത്യക്കാരുണ്ടാക്കുന്ന ഒരു ഹലുവ, ക്യാരറ്റ് ഹലുവ എന്ന് പറയാം. കാരണം നമ്മൾ തിന്നുന്നത് ഹലുവ, ഇത് ഹലുവ. അങ്ങനെ രണ്ട് ഡിഫറൻസ് ഉണ്ട് ഇതിനകത്ത്. ഇതെന്തോ ആദ്യം ഇത് എത്ര കിലോ ഉണ്ട് ക്യാരറ്റൊക്കെ? 2 കിലോ ക്യാരറ്റ് ഉണ്ട്. 2 കിലോ ക്യാരറ്റ് എന്തോ ചെയ്തിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുക. നമ്മുടെ തേങ്ങ തിരിങ്ങത്തില്ല, അതാണ് ഈ ക്യാരറ്റ് തിരിങ്ങി എടുത്തതാ. സൈഡിൽ കാണുന്നുണ്ടോ അങ്ങനെ തിരിങ്ങി എടുക്കുന്നത്. പിന്നെ ഇത് ഹോം മെയ്ഡ് മിൽക്ക് സോളിഡ് പറയണം. മിൽക്ക് സോളിഡ്, ഹോം മെയ്ഡ് മിൽക്ക് സോളിഡോ? ഇത് ഞാൻ വീട്ടില് ഉണ്ടാക്കിയ. അത് എടുത്തു പറഞ്ഞത് കണ്ടോ, അതൊരു ഒരു കഴിവ് പ്രകടിപ്പിക്കാനുള്ള ഒരു എന്തോ വിട്ടിൽക്കാത്തെ. ഏത് വിട്ടിലിനെ പിടിച്ചാ ഉണ്ടാക്കിയത്? 1/2 കിലോ ഉണ്ട്, 500 ഗ്രാം. ഇത് ഉണ്ടാക്കുന്ന ഇതിന്റെ മലയാളം പേരിപ്പം ഇത് ഷൂട്ട് ചെയ്യുമ്പം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത് ഒന്ന് സെർച്ച് ചെയ്തിട്ട് താണ്ട സൈഡിൽ ഞങ്ങൾ അത് ഇടുന്നു. സോളിഡ് എന്നല്ല, മാവാന്നാ ഇവിടെ പറയുന്നത്. അത് മാവ എന്തുവാന്ന് ഞാനിത് സൈഡിൽ ഞങ്ങൾ ഇതിന്റെ പേരിടാം. ഇത് മിൽക്ക് ബോയിൽ ചെയ്ത് ഒത്തിരി ഇങ്ങനെ. അത് പാലില്ല, മിൽക്ക് അങ്ങനെ വെറും ബോയിൽ ചെയ്താൽ ഇങ്ങനെ ആവത്തില്ലല്ലോ. എത്ര ബോയിൽ ചെയ്താലും ഇങ്ങനെ മാർക്കറ്റിൽ ഇങ്ങനെ കിട്ടും. അത് വെറും മിൽക്ക് ബോയിൽ ആക്കി അത് പിരിക്കണം. ബോയിൽ മാത്രം ചെയ്യണം. 4 കിലോ മിൽക്ക് ബോയിൽ ചെയ്യുമ്പോഴേ 250 ഗ്രാം ആവാം. ഇത് 8 കിലോ മിൽക്ക് വെച്ചുണ്ടാക്കിയതാണോ? എന്റെ ഭഗവാനെ, എന്റെ 8 കിലോയുടെ പൈസ പോയത് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി. ഇതിന്റെ വേറെ സ്റ്റോറിയാ, അത് ഞാൻ വേറെ വീഡിയോക്കകത്ത് പറയാം. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയത്. എന്തോ ആയാലും മിൽക്ക് ആണല്ലോ, അന്നേരം 8 കിലോ കാണുമല്ലോ. അന്നേരം എന്റെ ഭഗവാനെ, 8 കിലോ പാലിന്റെ കാശ് പോയേ. അധികം ഉണ്ട്, അത് ശരിയാ. 1/2 കിലോ അടുപ്പിട്ടുണ്ട്. പിന്നെ ഇത് പഞ്ചസാര 300 ഗ്രാം. ശരി. പിന്നെ ഇത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഞാൻ ഇത് കട്ട് ചെയ്തുണ്ട്. എന്തോ ബ്ലെൻഡർ ക്യാപ് ചെയ്താണ്. ഇത് റൈസിൻ, കാഷ്യൂനട്ട്, ആൽമണ്ട്സ്, പിന്നെ ആപ്രിക്കോട്ട് എല്ലാം ഉണ്ട്. എത്ര ഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞാൽ പറയേണ്ടി അത് എത്ര ഉണ്ട്? ഇതിന്റെ മെഷർമെന്റ് ഒന്നുമില്ല. എത്ര സ്പൂൺ ഉണ്ട്? കുറച്ച് ഇടണം, ഞങ്ങളെ അനുസരിച്ച്. ഇതിന്റെ മെഷർമെന്റ് ഒന്നുമില്ല. ഇത് എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്ത് ഒരു 100 ഗ്രാം കാണും എനിക്ക് തോന്നുന്നു. 100 ഗ്രാം അധികം ഉണ്ട്, 150 ഗ്രാം കാണും. പിന്നെ ഇത് 1/2 ടീസ്പൂൺ കാർഡമം പൗഡർ ഉണ്ട്, ഏലക്ക, പൊടിച്ച ഏലക്ക. പിന്നെ ഇത് ഞാൻ വീട്ടിലെ ഉണ്ടാക്കി ഇത് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. ഈ സാധനത്തിന് കാശൊന്നും ചെലവാകത്തില്ല. കാരണം ഇവിടെ വെക്കുന്ന പാലില്ല, പാല് നമ്മള് ദിവസേന പാല് വാങ്ങിക്കുമല്ലോ. എന്നിട്ട് ഇയാൾ അതിന്റെ പാട എടുത്ത് മാറ്റി വെക്കും. ദിവസേന ആ പാട എടുത്ത് മാറ്റി വെച്ചിട്ടാ ഇത് ഉണ്ടാക്കുന്നത്, ഇല്ലേ? പാട ബോയിൽ ചെയ്ത് ഞാനിത് മിൽക്ക് സോളിഡ് ഉണ്ടാക്കി. പിന്നെ അത് മിൽക്ക് സോളിഡ് മുമ്പ് ഞങ്ങൾക്ക് ഗീ കിട്ടും. പാട കത്തിച്ചാണ്ട് ഉണ്ടാക്കുന്നതാ. കിട്ടാൻ ശേഷം അത് പാട കിട്ടും. ഇപ്പോഴെനിക്ക് കാര്യം ചിരിച്ച മനസ്സിലാവുന്ന. ഇതിന്റെ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇടാം, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ആദ്യം പാത്രം ചൂടാക്കണോ?
പാത്രം ചൂടാക്കണം. ഇതിനകത്ത് ആദ്യമേ 1 സ്പൂൺ നെയ്യ് ഇടണം. 1 സ്പൂൺ മാത്രം. ഇവിടെ ഇപ്പം നെയ്യ് ഇങ്ങനെ കട്ടിയായിട്ടായിരിക്കുന്നത് കാരണം ഇപ്പം ഇവിടെ തണുപ്പ് സീസൺ സ്റ്റാർട്ടായി. തണുപ്പ് സീസൺ 16 ഡിഗ്രി അവിടെ. തണുപ്പ് സീസണിലെ ഇവിടെ നോർത്ത് ഇന്ത്യക്കകത്ത് റെഡ് കളർ നല്ല ക്യാരറ്റ് കിട്ടും. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലെ എല്ലാവരും ഈ തണുപ്പ് സീസണില് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി തിന്നുവാണ്. ടേസ്റ്റും നല്ലതുകൊണ്ട് ടേസ്റ്റ് നല്ലതാണ്. അതുകൊണ്ടല്ലേ എൻ്റെ ഭഗവാനെ 4 കിലോ പാല് പോനൊക്കെ ഞാനൊന്നും ഉണ്ടാക്കാം. 8 കിലോ 8 കിലോ അധികം പാല ഇതിനകത്ത്. അത് ശരി. ഇത് ലോക്കൽ ഞങ്ങൾ മിക്കവാറും വാങ്ങിക്കത്തില്ല. കാരണം മിക്സാണ് എന്ന് പറഞ്ഞാൽ ഈ സോപ്പ് പൊടിയൊക്കെ വെച്ചുണ്ടാക്കുന്ന പാല് വെച്ചുണ്ടാക്കിയിട്ട് അവന്മാർ ഇതൊക്കെ മാർക്കറ്റില് ഇത് മിൽക്ക് സോളിഡ് വൈറ്റ് കളറിലെ ഏണ്ട നമ്മളെല്ലാം അലക്കി എടുക്കുന്നതാണ് ഇരിക്കും. ഒറിജിനൽ വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ കളറിലായിരിക്കും. മറ്റേ നമ്മൾ ഇവിടെ കിട്ടുന്നില്ല നല്ല പാലിൻ്റെ കണക്ക് ഇരിക്കും. അന്നേരം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കലൊക്കെ ഇട്ട് ബ്ലീച്ച് ചെയ്തെടുക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ 1 സ്പൂൺ നെയ്യ് ഇട്ടല്ലോ, ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഇച്ചിരി ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. ഇച്ചിരി ഗോൾഡൻ കളർ ആവട്ടെ. ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഇങ്ങനെ ഫ്രൈ ചെയ്യണം അല്ലേ? 2 മിനിറ്റ് മതി. ഇച്ചിരി ഫ്രൈ ആവട്ടെ. ഇത് മാറ്റി വെക്കണം. പിന്നെ ഇത് പാത്രത്തിനകത്ത് ഹൽവ സ്റ്റാർട്ട് ചെയ്യാൻ ഉണ്ടാക്കാം. ഡയറക്റ്റ് ഇതിനകത്തോട്ട് അങ്ങോട്ട് ഉണ്ടാക്കുവാണ്. അത് ഇനി മാറ്റിയൊക്കെ വെക്കൂല. പറഞ്ഞില്ലേ മാറ്റി വെക്കണം. ഇത് മാറ്റി വെക്കാം. പിന്നെ ഈ പാത്രത്തിനകത്ത് അത് ശരി, ചൂട് പാത്രത്തിനകത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് റോസ്റ്റ് ചെയ്യുമ്പോഴേ ഒരു പ്രത്യേകം ടേസ്റ്റ് വരും. അല്ലെങ്കിൽ ചില ആൾക്കാർ ഡ്രൈ ഫ്രൂട്ട്സ് ഡയറക്റ്റ് ഇടുക, ഫ്രൈ അല്ലാതെ അതിൻ്റെ വേറെ ടേസ്റ്റ്. പക്ഷെ നമ്മൾ എങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴേ ഒരു നല്ല ടേസ്റ്റ് വരും. നെയ്ക്കകത്ത് ഫ്രൈ ചെയ്തില്ലേ, അതുകൊണ്ട് കൂടുതൽ എഡിറ്റിംഗ് ഒന്നുമില്ല വീഡിയോക്കകത്ത് കേട്ടോ. കാരണം എഡിറ്റ് ചെയ്തുണ്ടാക്കുന്നതിൽ എല്ലാം മനസ്സോടുണ്ടാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ലാസ്റ്റ് കോരി എടുക്കുന്ന എല്ലാം ഞങ്ങൾ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വെച്ചതുകൊണ്ട്. ഗ്രൈൻഡ് ചെയ്തു? സോറി, ഫ്രൈ ചെയ്തു. ശരി. ഇനി എന്തോ പരിപാടി? ഈ പാത്രക്കകത്ത് വീണ്ടും 2 സ്പൂൺ നെയ്യ് ഇടണം. പാത്രം അപ്പാടെ ചൂടുകൊണ്ട്, അതുകൊണ്ട് ചൂടാക്കാൻ വെയിറ്റൊന്നും ചെയ്യണ്ട. ഈ നെയ്യ് ഇട്ടിട്ട് ശേഷം ഈ 2 കിലോ ക്യാരറ്റ് മൊത്തം ഇതിനകത്ത് ഫ്രൈ ചെയ്യണം. പാത്രം അധികം ഹെവി ആയിപ്പോയി, പിടിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ജിമ്മിലൊക്കെ വല്ലപ്പോഴും പോകണമെന്ന് പറയുന്നത് എത്ര വർഷങ്ങളായി അതൊക്കെ നിർത്തിയിട്ട്. പിന്നെ അതുകൊണ്ട് എനിക്ക് ഇടി കിട്ടുമെന്ന് പേടിക്കണ്ട. ഇനി ഇത് ഇളക്കണം. ഇത് മൊത്തം ക്യാരറ്റ് ഇനി ഇതൊരു ഇച്ചിരി ആവത്തില്ലേ ഒന്ന്? ഇപ്പം പാത്രം നിറച്ചായില്ലേ, ഇനി ധീരെ ധീരെ സ്ലോലി ഈ നെയ്ക്കകത്ത് റോസ്റ്റ് ആക്കണം. പിന്നെ ഈ ക്യാരറ്റ് ഹാഫ് ആയിപ്പോവും. പിന്നെ ഇതിൻ്റെ കളറും ചേഞ്ച് ആവും. ഇങ്ങനെ ഫ്രൈ ആകുമ്പോഴേ കളർ ചേഞ്ച് ആവാം. അങ്ങനെ മൊത്തം നെയ്ക്കകത്ത് ഫ്രൈ ചെയ്യണം. ക്യാമറയ്ക്കകത്ത് പർട്ടിക്കുലർ വരുമോയെന്ന് അറിയാൻ വയ്യ, പക്ഷെ കളർ ചേഞ്ച് ആവുന്നുണ്ട്. പിന്നെ കളർ ചേഞ്ച് ആവും, ഒരു നല്ല ഓറഞ്ച് കളർ. പിന്നെ ഈ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഹെവി ബേസ് പാത്രം വേണം. എൻ്റെ ഈ പാത്രം ഹെവി ബേസ് ഉണ്ട്. ഇതിനകത്ത് ക്യാരറ്റ് താഴെ കട്ടി പിടിക്കാതിരിക്കാം, താഴെ അല്ലെങ്കിൽ പിടിക്കാം, കരിഞ്ഞു പോകും.
ഹെവി ബേസ് എല്ലാം ബേസ് നല്ല കട്ടിയുള്ള ചീനിച്ചട്ടിയൊക്കെ. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിക്കകത്ത് ഉണ്ടാക്കരുതെന്ന അയ്യോ നെല്ലിയോ അതിനകത്ത് ഉണ്ടാക്കിയ ഒരു വല്ലാത്ത ടേസ്റ്റ് വരും ഇരുമ്പിൻ്റെ ഉണ്ടാക്കി പിന്നെ ഇൻസ്റ്റന്റ് മാറ്റി വെക്കണം. അതിനകത്ത് ഉണ്ടാക്കി അന്നേരം മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു ചവറ് വല്ലാത്ത ടേസ്റ്റ് തുരുമ്പിക്കുന്ന ഒരു ഉണ്ട്. എന്തെങ്കിലും പാത്രക്കകത്ത് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് മെറ്റിയുടെ പാത്രക്കകത്ത് ഉണ്ടാക്കും. പക്ഷേ ഈ സമയത്ത് എല്ലാവരും അധികം മോഡേൺ ആയിപ്പോയി. മെറ്റിയുടെ പാത്രങ്ങൾ ചില ആൾക്കാർ മാക്സിമം ആൾക്കാരും യൂസ് ചെയ്യത്തില്ല. മൺപാത്രങ്ങൾ അങ്ങനെ ബോഡിക്ക് വേണ്ടി ഏറ്റവും നല്ലത് മെറ്റിയുടെ പാത്രങ്ങൾക്കകത്ത് ആഹാരം ഉണ്ടാക്കാം. അത് നല്ലതാണെന്നാ പറയുന്നത്. അന്ന് ഇപ്പം ഈ അലൂമിനിയം അത് ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എത്ര അസുഖങ്ങളൊക്കെ പിന്നെയും വരാൻ തുടങ്ങി. ഞങ്ങൾ മൊത്തം തീർത്ത് ഇവിടെ കണ്ട് ഇനി ഒരു കുക്കറങ്ങാണ്ടേ ബാക്കിയുള്ളൂ. ഞാൻ എല്ലാം ഇപ്പം എൻ്റെ വീട്ടിനകത്ത് ഒരു പാത്രം എല്ലാം അലൂമിനിയത്തിൻ്റെ മൊത്തം സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ട്. പിന്നെ മെറ്റിയുടെ 2-3 പാത്രങ്ങൾ എനിക്കുണ്ട്. അത് അലുമിനിയം ഇനി ഒട്ടുമില്ല. ഇഡ്ഡലി കുക്കറോ? ഇഡ്ഡലി കുക്കർ സ്റ്റീലിൻ്റെ. ആ ഇഡ്ഡലി കുക്കർ ഒടിഞ്ഞൊരു വിധമാണ്, എന്നാലും അവളത് കളയത്തില്ല. എന്നാൽ എൻ്റെ ഫാദർ വാങ്ങിച്ചുണ്ടെന്ന് ഫാദറിൻ ലോ അല്ല, ഫാദർ എൻ്റെ അച്ഛൻ. കണ്ടോ കളർ ചേഞ്ച് ആവുകയാണ്. ഇത് റോസ്റ്റ് ആക്കി ഹാഫ് ക്വാണ്ടിറ്റി ആവും. ഇതാണ് ഫാദർ. ഇത് ഞങ്ങളുടെ കല്യാണ സമയത്തെ ഫോട്ടോ. ഇന്ന് എൻ്റെ അച്ഛന് ഓർമ്മയിലേ ഉള്ളു. ഇപ്പം ചിലപ്പം കരഞ്ഞേക്കും. ശകലം റോസ്റ്റായി പാത്രക്കകത്ത് ഇച്ചിരി സ്ഥല കാണും. ഈ സ്റ്റേജിൽ നിങ്ങൾ ഈ കാർഡമം പൗഡർ ഹാഫ് സ്പൂൺ ഉണ്ട്, ഹാഫ് ടീസ്പൂൺ ഏലക്കാപ്പൊടി, പൊടിച്ച ഏലക്ക ഹാഫ് ടീസ്പൂൺ. അത് ഇടണം. 10-20 ഏലക്കാണോ? എത്ര എണ്ണം ഉണ്ടായിരുന്നു? 10 എണ്ണം കാണും. ഒരു 10 ഏലക്ക പൊടിച്ചെടുത്തിട്ട് ഹാഫ് ടീസ്പൂൺ. മനസ്സിലാവും ലേഡീസ്മാർക്ക് എല്ലാവരും. ഞങ്ങൾ ജെൻസ്മാരും ഉണ്ടാക്കുമല്ലോ വല്ലപ്പോഴും ഒക്കെ. അതൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് എങ്ങനെ പറയുന്നത്, ഞങ്ങൾക്ക് ഇത് മനസ്സിലാകത്തില്ല. അപ്പം പിന്നെ അടുക്കളയിലൊക്കെ കയറും. പണ്ടൊരു സമയം ഉണ്ടായിരുന്നു, അടുക്കളയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിലൊക്കെ കാർത്തിയായിനി, രാമേശ്വരി എന്നൊക്കെ പേരിടുമായിരുന്നു ആമ്പിള്ളേർക്ക്. ഇപ്പം പിന്നെ അങ്ങനൊന്നും ഇല്ല. ഇപ്പം ഇച്ചിരി ഫോർവേഡായി. ശബരിമല സമയത്ത് മാത്രമേ ഉള്ളൂ കുക്കിങ്ങെ കണ്ടിട്ടുള്ളൂ. 40 ദിവസം വ്രതം എടുക്കുമ്പോൾ വെളിയിൽ ആണുങ്ങളോ, അല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല. പണ്ട് 20 വർഷം മുമ്പ് എൻ്റെ കല്യാണം ചെയ്ത് ഞാൻ വന്നുണ്ടെങ്കിൽ വന്നും പടേ ആ സമയത്ത് എൻ്റെ അമ്മായിമ്മ പറയുന്ന ഞങ്ങളുടെ വീട്ടിൽക്കകത്ത് ജെൻസ് കിച്ചണിക്കകത്ത് കയറത്തില്ല. പക്ഷേ ഇപ്പം സമയം ചേഞ്ച് ആയി. ഇപ്പം എല്ലാവരും അടുക്കളക്കകത്ത് പോവുക. അടുക്കള പോകത്തില്ല, അടുക്കള പോകും. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ എപ്പോഴും നമ്മളെ പരിശീലിപ്പിക്കാൻ വരും, അഡ്വൈസ് തരും. വണ്ടി ഇങ്ങനെ ഓടിക്കണം, അങ്ങനെ ഓടിക്കണം. അതിന് ഞാനൊരു പണി ഇന്നാളി കൊടുത്തു. ആ വീഡിയോ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കാണണം നിങ്ങൾ കേട്ടോ. അതൊരടിയായിപ്പോയി ആളിന്. കാണണം. പിന്നെ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഷെയർ ചെയ്യണം, അത് മറക്കണ്ട. അതെന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബിൻ്റെ കൂടെ ആ ബെൽ ബട്ടണും അടിക്കണം. കാരണം നിങ്ങൾ ബെൽ ബട്ടൺ അടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ആയിരിക്കും എന്നറിയോ? ചായപ്പൊടി ഇല്ലാതെ ചായ ഉണ്ടാക്കി അങ്ങനെ ഇരിക്കും. അത് കണക്കാ എന്ന് പറഞ്ഞാൽ ഉപയോഗമില്ല ഇനി. പിന്നെ കേക്ക് ഇല്ലാത്ത ബർത്ത്ഡേയുടെ കണക്ക്, പിന്നെ ഐസിങ് ഇല്ലാത്ത കേക്കിൻ്റെ കണക്ക്, അങ്ങനെയൊക്കെയാ. സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബട്ടൺ അടിക്കാൻ മറക്കരുത്.
സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ബട്ടൺ. പിന്നെ ഇപ്പം കണ്ടു ഇച്ചിരി ഒത്തിരി സ്ഥലമായി പോയി ഇതിനകത്ത് പാത്രത്തിൽ ഇങ്ങനെ ക്യാരറ്റ് റോസ്റ്റ് ആക്കി കുറവാകും. ഇതിന്റെ മൊത്തം വെള്ളം ആവിയായി പോകുന്നത് ഇതിന്റെ നമുക്കൊന്നും ക്വാണ്ടിറ്റി കുറഞ്ഞു ക്യാരറ്റിനകത്ത് എത്ര ക്യാരറ്റ് ജ്യൂസ് ഉണ്ട് അത് സൂക്കായി പോകും. ഈ സ്റ്റേജിൽ ഞങ്ങൾ ഇത് മാവ 500 ഗ്രാം മാവ ഞാൻ എടുത്തോണ്ടുണ്ട്. അത് ഇടണം, കുറച്ച് ഇട്ട് മിക്സ് ചെയ്യണം. ഇപ്പം ഞാൻ കുറച്ച് ഇട്ടുകൊണ്ട് ഇനി ഞാൻ മിക്സ് ചെയ്യുക. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് അതുകൊണ്ട് ഒത്തിരി കട്ടിയുണ്ട്. അത് ചൂടാക്കുമ്പോൾ തന്നെ ശരിയാവും. അതുകൊണ്ട് ചുമ്മാതെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട. പിന്നെ ഇപ്പം ഞാൻ മാക്സിമം ഹീറ്റിലെ പക്ഷെ ഗ്യാസ് സ്റ്റൗവിലെ ഉണ്ടാക്കാൻ സമയത്ത് ഇത് മീഡിയം ചെയ്യണം, കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇപ്പം ഞാൻ ഇൻഡക്ഷനിലെ ഉണ്ടാക്കും, അതുകൊണ്ട് ഞാൻ 1200 ഡിഗ്രി ആക്കി. പിന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ സ്റ്റിർ ചെയ്യണം, ഇല്ലെങ്കിൽ താഴെ കരിഞ്ഞു പോകും. ഞാൻ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ 2-3 ഇത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഹെവി ബേസ് പാത്രം വേണം, പിന്നെ കണ്ടിന്യൂസ് സ്റ്റിർ ചെയ്യണം, പിന്നെ ഫ്ലെയിം നോക്കിക്കണം. അധികം ഹൈ ഫ്ലെയിമിലേക്ക് ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞു പോകും, ടേസ്റ്റ് മൊത്തം. ഇൻ ഷോർട്ട് കരിയാൻ സമ്മതിക്കരുത്. പിന്നെ ഞങ്ങൾ ഇത് 1/2 കിലോ ഇതിട്ടില്ലേ മിൽക്ക് സോളിഡ്, അത് ഇല്ലെങ്കിൽ 2 കിലോ ക്യാരറ്റ് ഉണ്ടെങ്കിൽ 2 കിലോ 2 ലിറ്റർ മിൽക്ക് ഇടണം. ഇതിനകത്ത് മിൽക്കകത്ത് വേവ് ചെയ്യണം. പക്ഷെ അതിനകത്ത് ഒത്തിരി സമയം വേണം, കാരണം മൊത്തം മിൽക്ക് സൂക്കാക്കണം, ഡ്രൈ ആവണം. ഞങ്ങൾക്കൊക്കെ ഇംഗ്ലീഷൊക്കെ അറിയാം. മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വഗുണ സമ്പന്നരാണ്. അതുകൊണ്ടല്ലേ ഹിന്ദിക്കാരെ കേട്ടാൽ തന്നെ കല്യാണം കഴിച്ചില്ലേ? അത് ശരി. സ്വാമി എന്ന് പറഞ്ഞാൽ ശബരിമല സ്വാമി അല്ല കേട്ടോ, എന്നെ വിളിക്കുന്നതാ. എങ്ങാണ്ട് പണ്ട് ഞങ്ങളുടെ അഫെയർ സമയത്തിൽ ഏതോ സിനിമയൊക്കെ ആയിരുന്നു, തമിഴ് ഏതാ മലയാളം ഏതാണെന്ന് അറിയാതെ കാണുമായിരുന്നു. അന്നേരം ഏതോ തമിഴ് സിനിമയ്ക്കകത്ത് പഠിച്ചതാ ഭർത്താവിനെ സ്വാമി എന്ന് വിളിക്കാന്ന്. അങ്ങനെയില്ല, കൊച്ചു പിള്ളേരെ നാക്കെ കയറുന്ന കണക്ക് സ്വാമി അങ്ങ് കയറി ഇപ്പോഴും നമ്മളെ എങ്ങനെ വിളിക്കുന്നത്? അത് ആൾക്കാരെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സോന ഡാർലിംഗ്. ഇനി ഇത് റെസ്റ്റ് മാവ ഇടണം. ഹിന്ദിയിലെ മാവ, ഇംഗ്ലീഷിലെ മിൽക്ക് സോളിഡ്, മലയാളം എനിക്കറിയാം. അതിപ്പോൾ ഞങ്ങളിവിടെ എന്തുവാന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് ഈ വീഡിയോയ്ക്കകത്ത് അതിനെപ്പറ്റി എഴുതുന്നുണ്ട്. ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നും പറ്റുമെങ്കിൽ ഒരു വീഡിയോ ഇതിനെ ഷെയർ ചെയ്യാം. ഞങ്ങൾ ഉണ്ടാക്കിയാണ്. ഇതിപ്പോൾ ആൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷെ ഓൺലൈൻ ഏതെങ്കിലും വീഡിയോ ആണോ അത് ഞങ്ങൾ തപ്പിപ്പിടിച്ച് ഇതിനകത്ത് ഇടുന്നുണ്ട്. ബാക്കിയെല്ലാം വിട്ടില്ല. 1/2 കിലോ മാവ് ഇതിനകത്തുണ്ട്. ഡ്രൈ ഫ്രൂട്ട് ഇതുവരെ ഇട്ടില്ല, ഇവിടെ വെച്ചേക്കുക. പഞ്ചാര ഇതുവരെ ഇട്ടില്ല, ഇവിടെ ഇരിക്കുക. ഗൈസ്, പിന്നെ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയുടെ ഏത് കാര്യങ്ങൾ കാണാൻ ഇഷ്ടമുണ്ട്, ഏത് ടോപ്പിക്കിൽ എനിക്ക് വീഡിയോ ഉണ്ടാക്കണം, ഇതെല്ലാം എനിക്ക് കമൻറ്റ്സ് പറയണേ. നിങ്ങളുടെ എന്തുവാ അഭിപ്രായം അനുസരിച്ച് അതനുസരിച്ച് ഞാൻ വീഡിയോ ഉണ്ടാക്കാം. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും നോർത്ത് ഇന്ത്യൻ റെസിപ്പി അറിയണമെങ്കിലോ ഏതെങ്കിലും ഇവിടെ ഏറ്റവും അടുത്ത് ഞങ്ങളിപ്പം മധ്യപ്രദേശിലാണ്, ഭോപ്പാൽ. അന്നേരം ഇവിടുത്തെ ഏതെങ്കിലും സ്ഥലം കാണണമെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക വീഡിയോ ഉണ്ടാക്കുന്നുണ്ട്. ഭോപ്പാൽ ടൂർ, ഭോപ്പാൽ, ഇൻദോർ എന്ന് പറഞ്ഞാൽ ആദ്യം MP കവർ ചെയ്തിട്ട് വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്ലാനുണ്ട്. അന്നേരം നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലോ അതൊക്കെ അറിയിക്കുക. അതനുസരിച്ച് ഞങ്ങൾ വീഡിയോ ഉണ്ടാക്കാം. പക്ഷേ മക്കളെ, ദിനേശ, സബ്സ്ക്രൈബും ലൈക്കും ബെൽ ബട്ടനും
ഒന്ന് അമർത്തിയേക്കണം. നിങ്ങളുടെ പൈസ ഒന്നും ചിലവാകത്തില്ലല്ലോ. അന്നേരം അങ്ങനെ ഒന്ന് ചെയ്യണം ചേട്ടത്തി അമ്മയ്ക്ക് വേണ്ടി. ആ മിൽക്ക് സോളിഡ് മൊത്തം ഡിസോൾവ് ആയി പോയി. ക്യാരറ്റിന്റെ ജ്യൂസ് ഒത്തിരി പോയി. ഇപ്പം ആൾമോസ്റ്റ് ഒരുപാട് കുറഞ്ഞില്ല. ക്വാണ്ടിറ്റി നമുക്ക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇനി എത്ര നേരമായിട്ട് വരും? ഇച്ചിരി സ്ലോ ചെയ്യാം. ഓക്കെ 700. ഇനി എന്നാലും എത്ര നേരം ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണം? ഇങ്ങനെ 1 മണിക്കൂർ പോയത് ഉണ്ടാക്കണം. കാരണം എൻ്റെ അടുത്ത് ക്വാണ്ടിറ്റി ക്യാരറ്റിൻ്റെ അധികമുണ്ട്. ഞങ്ങൾ ഹാഫ് കിലോ ക്യാരറ്റ് ഇല്ലെങ്കിൽ 1 കിലോ ക്യാരറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. നമ്മൾ ഉണ്ടാക്കുമ്പോൾ റോസ്റ്റ് ആക്കാൻ അധികം സമയം വേണം. പിന്നെ ഇത് ഞാൻ അധികം ക്വാണ്ടിറ്റിയിൽ എന്ത് തന്നെ ഉണ്ടാക്കുക അറിയാം. ഉണ്ടാക്കി വെക്കണം, ചപ്പാവത്തില്ല. എത്ര ദിവസം വരെ വെക്കാം? 1 വീക്ക് ഈസിലി വെക്കാൻ പറ്റും ഫ്രിഡ്ജില്. ആവശ്യമനുസരിച്ച് ചൂടാക്കി തിന്നണം. 1 വീക്ക് ഈസിലി നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി വെക്കും. നല്ലൊരു ഡെസേർട്ടാ. നല്ല ഡെസേർട്ട് തണുപ്പ് സീസണിൽ നല്ല ചൂട് തിന്നണം. സാധാരണ ആഹാരം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ശകലം മധുരം കഴിക്കണമെന്നാണ്. പിന്നെ വേറെ ഒരു കാര്യം, ഇതിനകത്ത് കാലറീസ് ഒരുപാടാണ്. കാരണം ക്യാരറ്റിനകത്ത് തന്നെ കാലറി ഉണ്ട്. പിന്നെ ഇത് ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് ഫുൾ കാലറി ഉണ്ട്. ഷുഗറാ, ഇതിനകത്ത് നല്ല കാലറി ഉണ്ട്. അതുകൊണ്ട് ഇത് ഹൈ കാലറി ഫുഡ് ഐറ്റം. പിന്നെ ഈ 300 ഗ്രാം ഷുഗർ ഇതിനകത്ത് ഞാൻ ഇപ്പം മിക്സ് ചെയ്യാൻ പോവാ. അതായത് 2 കിലോ ക്യാരറ്റിന് 300 ഗ്രാം ഷുഗർ. അതിനുശേഷം ഈ ഹൽവ റെഡി ആവാൻ കുറച്ച് സമയം മുമ്പ് ഇച്ചിരി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഇങ്ങനെ തോന്നും ഇച്ചിരി ഷുഗർ ഇനി ഇടണമെങ്കിൽ ഇടാം. നിങ്ങൾക്ക് ഇതേ റെസിപ്പി പാലിനകത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞില്ല. ഇപ്പം മാവ് അറിയാമല്ലോ, ഷുഗർ സോളിഡ്സ്. അതിന് പകരം പാലിനകത്ത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയുക. ഒരു 19 കമൻറ്റെങ്കിലും വരുവാണെങ്കിൽ ഞങ്ങളത് കാണിക്കാം. ഇല്ലെങ്കിൽ അത് സമയം വേസ്റ്റ് ആക്കുന്ന പരിപാടി. ഒരു 50 കമൻസും ഒരു 100 ലൈക്കും വരുവാണെങ്കിൽ 100% അത് കാണിക്കുന്നുണ്ട് അതിനകത്ത്. കാരണം 2-3 മണിക്കൂർ എടുക്കും. ഇത് മിൽക്ക് സോളിഡ് വെച്ച് ഉണ്ടാക്കി ഇവിടെ ഭയങ്കര വിലയായിരുന്നു. കടയിൽ എത്ര രൂപ ഇത്? 1000 രൂപ കിലോയോ? ഇത് 1000-500 രൂപ കിലോയോ? 1200 rupees കിലോ ഉണ്ട്. ഇത് ഇവിടോ? ഗാജർ ഹൽവ. ഇതിവിടെ മിഠായി കടയുണ്ട്. അവിടെ ഇത് വിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200 രൂപ കിലോയാ. മാവ എത്ര രൂപ കിലോയാണ് ഇവിടെ കിട്ടുന്നത്? 800 rupees കിലോ. അന്നേരം നമ്മളിപ്പം കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഇതിനകത്ത് 2 കിലോ ഗാജറുണ്ട്. 2 കിലോ ഗാജറിന് ഇപ്പം നമ്മൾ കഴിഞ്ഞാൽ 40 രൂപ അല്ലേ? 40 rupees 2 കിലോ ഗാജർ. അല്ല, 40 rupees 1 kilo. കുറച്ച് കഴിയുമ്പോൾ തണുപ്പ് നോർമൽ കൂട്ടി കഴിഞ്ഞാൽ 40 ലോ റേറ്റ് പോകത്തില്ല. അന്നേരം ശരി, 80 രൂപ ഗാജർ, 80 രൂപയ്ക്ക് ഈ ക്യാരറ്റ്. പിന്നെ നമ്മളിട്ടത് ഒരു 4 സ്പൂൺ നെയ്യ്. 4 സ്പൂൺ നെയ്യ് ആകുമ്പോൾ 50 ഗ്രാം ഇല്ലേ? 50 ഗ്രാം നെയ്യ് എത്ര രൂപ ആയിരിക്കും? 50 രൂപ കൂട്ടാം. കാരണം ഒറിജിനൽ നമ്മുടെ ഹോം മെയ്ഡ് നെയ്ക്കൊക്കെ നല്ല വിലയാണ്. 50 രൂപ അത്. അന്നേരം 80ഉം 50ഉം 130, 130 rupees. 130 കഴിഞ്ഞതിന് ശേഷം ഒരു 200 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്. എത്ര ആയാലും അത് 200 രൂപ കൂട്ടിക്കും അല്ലേ? 200 രൂപ ആയി. 100 രൂപ ശരി. അന്നേരം 130, 100, 230 അതിൻ്റെ കൂടെ 300 ഗ്രാം പഞ്ചാര, ഒരു 10-20 രൂപയുടെ പഞ്ചാര. 20 rupeesൻ്റെ പഞ്ചാര ഇല്ല. എന്നാൽ 230, 250. ഇത് അങ്ങേയറ്റം പോയാലും അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നതിന് നമുക്ക് ചിലവായത് പറഞ്ഞോണം മാവ. അന്നേരം അന്നേരം ഇത് നമ്മൾ 1/2 കിലോ 400 രൂപ ഇത് കൂട്ടാം. അന്നേരം എത്രയായി? 600 രൂപ, 600 rupees. 600 rupees ഇത് നമ്മൾ 2 കിലോയിൽ കൂടുതൽ കാണും ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ. ഇതിപ്പോ ഈസിയാ. മറ്റേ പാൽ വെച്ചുണ്ടാക്കണ ഇച്ചിരി ഹാർഡാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ എന്തോന്ന് ചെയ്തെടുക്കത്തില്ല, തിരിങ്ങി എടുക്കുന്ന ഇച്ചിരി പാടാ. തേങ്ങയുടെ കണക്ക് അത് ഗ്രേറ്റ് ചെയ്യാൻ ഒത്തിരി മണിക്കൂർ പോയി. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ കൂടി 600 rupees ഇതിൻ്റെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. 2 കിലോ എന്ന് പറഞ്ഞാൽ 2400 രൂപയുടെ സാധനം 600 രൂപയ്ക്ക്. മാർജിൻ ഒന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ വേണമെങ്കിൽ ഇതാണെങ്കിൽ നാട്ടിൽ ചെറിയ രീതിയിൽ റെസ്റ്റോറൻ്റ് ഒക്കെ തുടങ്ങും. അതുകൊണ്ട്
അതുകൊണ്ട് ഫുഡ് ബിസിനസ്സിൽ ഒത്തിരി ലാഭം കാണും. അതുകൊണ്ട് ആൾക്കാർ റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ചെയ്യും. ഇത് ഞങ്ങൾ അടിപൊളിയായിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ തീർത്തേക്കാം. ഇതിനകത്ത് ഷുഗർ ഇട്ടുകൊണ്ട് അതുകൊണ്ട് വെള്ളം പിന്നെ ഇച്ചിരി വെള്ളം വന്ന് അതും ഇനി ഡ്രൈ ചെയ്യും. ഇതൊന്ന് മെഷർ ചെയ്ത് നമുക്കൊന്ന് കാണിക്കണം. ഇത് എത്ര കിലോ എല്ലാം ഇട്ടപ്പോൾ റെഡി എത്ര കിലോ ആയി? കാരണം ഇതുവരെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല അങ്ങനെ മെജർ ചെയ്യുന്നത്. ഇവിടെ മെജറിങ് സ്കെയിലിനകത്ത് 5 കിലോ അങ്ങോട്ട് മെജർ ചെയ്തൂടെ? നമുക്ക് അതിനകത്തൊന്ന് നോക്കാം. ആദ്യം ഏത് പാത്രത്തിലിട്ടാലും അതിൻ്റെ വെയിറ്റ് എടുക്കണം, എന്നിട്ട് 0 ചെയ്തിട്ട് പിന്നെ ഇടണം. നമുക്കൊന്ന് നോക്കാം എത്ര ആവും. ഈ ഹൽവ മൊത്തം ഡ്രൈ ആക്കണം. ഇച്ചിരിയും വെള്ളം ഇതിനകത്ത് വേണ്ട. ഈ വെള്ളം എല്ലാം മൊത്തം ഡ്രൈ ആവാൻ വരെ ഇങ്ങനെ ചുരുക്കത്തിൽ റോസ്റ്റ് ആക്കണം. മാവായിട്ടുണ്ടാക്കിയാൽ 1 മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞാൽ വെറും കുക്കിംഗ് 1 മണിക്കൂർ എടുക്കും. പിന്നെ ഇതിന്റെ ഗ്രേറ്റ് ചെയ്യാൻ ഒത്തിരി സമയം. അത് നമ്മുടെ അനുസരിച്ച് 2 കിലോ ഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ അതിനും എടുക്കും. 1 മണിക്കൂർ വേണം. എന്നെ കൊണ്ടാ 2-3 ചെയ്യിപ്പിച്ച. പിന്നെ ഒത്തിരി ഞാൻ ചെയ്തില്ലേ, 3 ഞാൻ ചെയ്തില്ലേ ലാസ്റ്റില്. 3 ഗാജർ നിങ്ങളെ ചെയ്ത് ബാക്കി ഞാൻ മൊത്തം ചെയ്ത. നിങ്ങളെന്ന് ഭയങ്കര പാടുപെട്ട് ഒപ്പിച്ചെടുത്തയാ. കാരണം ഞാൻ എന്തോ വിളിക്കാൻ സോനാടല്ലേ. പിന്നെ എന്റെ ഗാർഡൻക്കകത്ത് ഒരു നല്ല ബനാന ട്രീ ഉണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് ടൈം ഫ്രൂട്ട് വന്നതുകൊണ്ട് ഫ്രൂട്ടിന്റെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ അയച്ചുകൊണ്ട് ഗൈസ് അത് കാണണേ. ഫസ്റ്റ് ടൈം എന്റെ ഗാർഡൻക്കകത്ത് ബനാന ട്രീക്കകത്ത് ഫസ്റ്റ് ഫ്രൂട്ട്. പഴം പിടിച്ച് പഴക്കൊല വന്നിട്ടുണ്ട്. അതിൻ്റെ ദിവസേന ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ് ലാസ്റ്റ് ദിവസം അതിൻ്റെ മൊത്തം ഒരു കംപ്ലീറ്റ് ഷോട്ട് ഉണ്ടാക്കിയത്. ആൾമോസ്റ്റ് ആവാറായി ഇല്ലയോ? ഇനി എത്ര സമയം എടുക്കുമായിരിക്കും? പിന്നെ 10-15 മിനിറ്റ് ഇച്ചിരി റോസ്റ്റ് ചെയ്യണം. ശകലം ഇതിനകത്ത് വല്ലതും ഉണ്ട്. ഓൾമോസ്റ്റ് ഡ്രൈ ആയതുകൊണ്ട് പക്ഷെ മൊത്തം ഡ്രൈ ചെയ്യണം. നീ 10-15 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റ്. ഇപ്പം ഒത്തിരി വെള്ളം പോയത് ആയതുകൊണ്ട് ഇപ്പം ലോ ഫ്ലെയിമിലേ ഉണ്ടാക്കണം. ലോ ഫ്ലെയിമിൽ സ്ലോലി ഇങ്ങനെ സ്റ്റിർ ചെയ്യണം. കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇതിനകത്ത് എന്താണെന്നറിയോ, ഈ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് വരത്തില്ല. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പം. പിന്നെ നിങ്ങളുണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ ഒരു വട്ടം ഇത് എന്തോന്ന് ചെയ്തിട്ട് ഒരു ഇച്ചിരി ചൂടുവെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞാൽ ഒട്ടും വരത്തില്ല. അതല്ലേ ഇയാൾ പറഞ്ഞ അങ്ങനെ. എന്തോ അത് ഞാനിപ്പോൾ ഇച്ചിരി ബോക്സിങ് പ്രാക്ടീസ് നടത്തി അതിൻ്റെ സംഭവം. തിന്നണമെങ്കിൽ ആദ്യം ഇച്ചിരി എക്സർസൈസൊക്കെ ചെയ്തത്. ഗൈസ്, നിങ്ങൾക്ക് ആരൊക്കെ നോർത്ത് ഇന്ത്യൻ കൾച്ചർ, നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടമുണ്ട്, ആരൊക്കെ ഇഷ്ടമുണ്ട്, അത് എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറയാം. ഇപ്പം തന്നെ പറഞ്ഞേക്കാം, എനിക്കൊരു ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ്.
ഇപ്പം അയലത്തുകാർക്കെല്ലാം മണമടിക്ക് വായു വെള്ളം വരും. സ്മെൽ ഒത്തിരി നല്ല സ്മെൽ വരുവാ. പകുതിയായി. കാരറ്റ് നമ്മളിട്ട് ഒത്തിരി നരച്ച് പത്രങ്ങളാവും. ഇതായതുണ്ടോ സൈഡിൽ കാണിക്കുന്നുണ്ടോ? നമ്മൾ ഇട്ടപ്പോൾ ഇത് ഞാൻ ഇരുന്നായിരുന്നു. ഇപ്പം ഇത് ഇത്രയായി. ഇനിയും കുറയും ഇല്ലല്ലോ? അല്ല, ഇനിയും കുറവും. ഓൾമോസ്റ്റ് റെഡിയായി. ഈ കപ്പലണ്ടി ഒന്നും ഇതിനകത്ത് മിക്സ് ചെയ്തില്ലേ? അത് ഡ്രൈ ഫ്രൂട്ട്സ് ലാസ്റ്റില് മിക്സ് ചെയ്യുമോ മേളിയിലിടുമോ? മിക്സും വേണമെങ്കിൽ മിക്സ് ചെയ്യും, ഇല്ലെങ്കിൽ വേണമെങ്കിൽ മേടില് കടക്കാരൊക്കെ ഇങ്ങനെ മേളി വെക്കും. കാരണം എടുത്ത് മേടി വെക്കുവാണ്. അത് കാണാൻ നല്ല ഷോയാ, എന്തോ കാണാൻ നല്ലതുണ്ട്. നല്ല അടിപൊളിയായിട്ട് മേടില് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക. പിന്നെ തിന്നാൻ സമയത്ത് നോർമലി എല്ലാരും മിക്സ് ആക്കിയില്ലേ തിന്നാൻ. അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് മിക്സ് ചെയ്യും, കുറച്ച് മേളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞങ്ങളെ വീട്ടിലെ ഗസ്റ്റ്മാരൻ വരുമ്പോഴേ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം എന്താണോ അറിയാൻ വയ്യ. പാത്രമൊക്കെ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. അല്ലല്ല, തരണം. നമുക്ക് മെഷർ ചെയ്യണം. മെഷർ ചെയ്യാം. മെഷർമെന്റ് സ്കെയിൽ എവിടെ വെച്ചതുണ്ട്. നോക്കാം. ഇച്ചിരി ഡ്രൈ ആവട്ടെ. നല്ലോണം ഡ്രൈ ചെയ്യണം. മൊത്തം ഡ്രൈ ആവത്തില്ലെങ്കിൽ ഈ ഹൽവ പെട്ടെന്ന് ചപ്പായി പോകും. പെട്ടെന്ന് മീൻസ് 2-3 ദിവസത്തിലെ ചപ്പാവും. അത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 1 കിലോ 1/2 കിലോയ്ക്കൊക്കെ ഉണ്ടാക്കാവും. ചുമ്മാ ഈ 2 കിലോയ്ക്കൊന്നും അത് ഞാൻ ചുമ്മാ വാങ്ങിക്കൊണ്ട് പോരുന്നത്. പിന്നെ ഞാൻ തിന്നോളാം ഈ 2 കിലോ ഒരു വട്ടമായിട്ട് തന്നെ. അതിന് കുഴപ്പമൊന്നുമില്ല ഇല്ലേ? ഒത്തിരി വെയിറ്റ് ആയി പോകും. വെയിറ്റൊക്കെ ഞാൻ കുറച്ചല്ലോ. ഇപ്പം 15 കിലോ പറഞ്ഞു. ഞങ്ങളുടെ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട്, തിന്നുമ്പോൾ നല്ലോണം തിന്നുക, പണിയെടുക്കുമ്പോൾ നല്ലോണം പണിയെടുക്കുക, ഉറങ്ങുമ്പോൾ നല്ലോണം ഉറങ്ങുക. അതുകൊണ്ടാണ് തിന്നുന്നുണ്ടെങ്കിൽ നല്ലോണം തിന്നണം. പിന്നെ അതൊക്കെ ഡബിൾ ഇരട്ടി ഹാർഡ് വർക്ക് ചെയ്യും. വെയിറ്റ് കുറവാക്കണം. വെയിറ്റൊക്കെ കുറവായി. ഇങ്ങനെ ഇരുന്ന് എന്നെ തീറ്റിച്ച് തടിയാക്കിയിട്ട് ഇപ്പം പറഞ്ഞാൽ മതി. അതാണ്ടോ ഞാൻ ഇങ്ങനെ ഇരുന്നേ തീറ്റിച്ച് തടിയാക്കിയിട്ട് ഇപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യം നടക്കും. അത് ഇയാളുടെ തെറ്റാണ്. ഇറ്റ്സ് യുവർ ഫോൾട്ട്, നോട്ട് മൈൻ, മൈ ഡിയർ. ഇത് തന്നെ ഉണ്ടല്ലേ, ഇതിനകത്ത് എത്ര കാലറിയാണ്? ഒരു 5000-6000 കാലറി എങ്കിലും കാണും. ഇതൊക്കെ ഞാൻ അങ്ങോട്ട് തിന്നുമ്പോൾ പിന്നെ ഇത് എങ്ങനെ ആവും? പിന്നെ കല്യാണം മുമ്പ് കഴിക്കും. അന്നേരം അത് ആക്ടിവിറ്റി എത്ര ഉണ്ടായിരുന്നു? അന്നേരം ബോക്സിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അന്നേരം എക്സർസൈസ്, ബോക്സിങ്, അങ്ങനെ നടത്ത രാവിലെ. ഇപ്പം കമ്പ്യൂട്ടർ പ്രോഗ്രാമറിനും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനും എപ്പോഴും അങ്ങനെ നടക്കാൻ പറ്റില്ല. അതൊക്കെ ചെയ്യാം. അത് എന്തെങ്കിലും ബിസിനസ് ഉണ്ട്, ജോബ് ഉണ്ട്, അത് സാരമില്ല. അതിൻ്റെ കൂടെ കിട്ടുന്ന സമയം എന്താ ഇങ്ങനെ ക്യാമറയും പിടിച്ചോണ്ട് നിൽക്കണ്ടേ? ഗൈസ്, മണം വരുവോ? മണം എന്തോ വരൂ? എന്തോ മടോ? അത് ശരി, മടം വരുന്നു. ഇപ്പം ശരിയായിട്ട് പറഞ്ഞു, മണം. പണ്ടൊക്കെ പറയായിരുന്നു മടം വരുവോ? മഴയെന്നൊന്ന് പറഞ്ഞേ. ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് അറിയണം. ഇന്ന് മഴ പെയ്തോ?
സീസൺ എന്തോ സീസൺ? മട സീസൺ അല്ലെന്ന് ഇപ്പം. ഏത് മട? പുത്തൂർ മടയാണോ അതെ കാവാനായിട്ട് മടയാണോ അതെ ഏതാ മട? അതൊക്കെ അറിയാം. ആ മടയിൽ അന്തർജനങ്ങളൊക്കെ ഉണ്ടോ? അന്തർജനം അതെന്തുവാന്ന് കണ്ടുപിടിച്ച് ഇയാൾ തന്നെ കമന്റ് ചെയ്യും. ഇയാൾ തന്നെ ഈ ചാനലിന്റെ ഈ വീഡിയോയിൽ. അന്നേരം ഞാനൊരു സർപ്രൈസ് തരാം. ചെടിയുടെ പച്ച നിറം കണ്ടോ? പണ്ട് ഇത്രയും പച്ച നിറത്തി വരുത്തില്ലായിരുന്നു ഇവിടെ. ഒരു തരം ലോ ഗ്രീൻ കളറായിരുന്നു. ഇതിനകത്ത് പുള്ളി ഒരു പരിപാടി ചെയ്തു. അതായത് ഇതിനകത്ത് നോക്കി ഇതുണ്ടോ ഉണ്ടോ? ഒപ്പം കാണോ അയാൾക്ക് ഒരു ഇരുമ്പിൻ്റെ ആണി എടുത്ത് ഇതിനകത്തിട്ട് ആകെ ഇതിൻ്റെ ഷെയ്ഡേ മാറിപ്പോയി. നല്ല ഗ്രീൻ ആയിപ്പോയി ഇത് കണക്കന്നെ ഇവിടെ ഇരിക്കുന്ന മണി പ്ലാന്റിനകത്ത് ഓരോന്നിനകത്തും ഒക്കെ ഇയാൾ ഈ ആണി അടിച്ചു വെച്ച്. അയാൾ പറയുന്നത് അതിൻ്റെ അയൺ സപ്ലൈ ആവും, അതുകൊണ്ടാണ് ഇതിൻ്റെ ഗ്രീൻനെസ് വരുന്നത്. പക്ഷേ പ്രാക്ടിക്കലി മറ്റേ തിയോറിറ്റിക്കലി അറിഞ്ഞൂടാ, പക്ഷെ പ്രാക്ടിക്കലി ഇത് നോക്കുമ്പോൾ താണ്ട് ഇതിൻ്റെ ഗ്രീൻനെസ് കൂടി. കുറച്ച് ഡ്രൈ ഫ്രൂട്ട് മിക്സ് ചെയ്യാം. നീ എടുക്കാറാവുമ്പോൾ അല്ലേ? പകുതി ഇട്ടോ ഇത്? പകുതി ഇതിനകത്ത് മിക്സ് ചെയ്യുക, പകുതി മേളിൽ ഡെക്കറേറ്റ് ചെയ്യുക. റെഡി. മരം കഴിഞ്ഞ ഇന്നത്തെ പരിപാടി. ഇനി ആദ്യം നമുക്ക് ഇത് മാറ്റി ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് നോക്കാം. ഇതെത്ര? ഇത് ഇയാൾ ഈ പാത്രത്തിലാണ് ഇടാൻ പോകുന്നത്. ആ ആയി. എത്ര ഉണ്ട്? ഓണായില്ലേ? ആ ഇപ്പോൾ ഓണായി ഇല്ലേ? ഓണായതിനു ശേഷം വയ്യ. ആ ഇത് ഇതിന്റെ വെയിറ്റ് 1 കിലോ 19 ഗ്രാം. നമുക്കിങ്ങനെ 0 ആക്കാം. ഇനി അവിടെ എടുത്തിട്ട് ഇങ്ങോട്ട് ഇടണം. ഇത് പൊക്കരുത്. ആ ലാസ്റ്റ് ആണ്ട് നെല്ല് ലാസ്റ്റ് ഇതിന് ഇങ്ങനെ ഗ്യാസിൻ്റെ പുറത്ത് ഇതിൻ്റെ ലുക്കിന്നാണ്. നമ്മുടെ വെള്ളമൊക്കെ പറ്റി ഇതിനകത്ത് എണ്ണമയം മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ എത്ര യൂസ് ചെയ്തുകൊണ്ട് 2 കിലോ ക്യാരറ്റ്, 300 ഗ്രാം ഷുഗർ, പിന്നെ 500 ഗ്രാം മിൽക്ക് സോളിഡ് ഉണ്ട്, 100 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. എത്രയായി മൊത്തം? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കാം. 2 കിലോ 900 ഗ്രാം ആയി ടോട്ടൽ. പിന്നെ 3 സ്പൂൺ 3 അല്ലെങ്കിൽ 4 സ്പൂൺ നെയ്യുണ്ട്. അതെ 50 ഗ്രാം കണ്ടോ? ആണോ? ആ 50 ഗ്രാം കാണും. അങ്ങേ അറ്റം പോയി കഴിഞ്ഞാൽ മാക്സിമം 50 ഗ്രാം. അത് അതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. അതെ ശകലമുണ്ട്. ഇത്തിരി അതിനകത്ത് ഇരിപ്പുണ്ട്. അത് 50 ഗ്രാം. അത് പോട്ടാ. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഡെക്കറേറ്റ് ചെയ്യണം. ഇത് ആക്ച്വൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ആക്ച്വൽ വെയിറ്റ് ആണ് 1616 1616 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ 600 ഗ്രാം. അന്നേരം 1.5 കിലോ മേളിലുണ്ട്. 1 കിലോ 600 ഗ്രാം. 616. ആ 16 പോട്ടെ. അതൊക്കെ കള എല്ലാം നമ്മൾ നോർമൽ പോയി കഴിഞ്ഞാൽ 1.5 കിലോ അങ്ങ് കൂട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ അതിൽ കൂടുതലുണ്ട്. കാരണം എന്തോന്നായിട്ട് നോക്കുമ്പോൾ